എല്ലാവരെയും പോലെ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ധാരണകളും എക്സ്പെക്റ്റേഷൻസ് എല്ലാം നമുക്കുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ചില യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് മുതൽക്കാണ് ബിസിനസ്സിനെ ഇപ്പോൾ കാണുന്ന രീതിയിലേക്ക് എത്തിക്കാനും ഡെവലപ്പ് ചെയ്യാനൊക്കെ നമുക്ക് സാധിച്ചത്. നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക ബിസിനസ്സുകളുടെയും അവസ്ഥ സെയിം തന്നെ ആവും. അപ്പോൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾക്കുണ്ടായിരുന്ന പല ധാരണകളും പിന്നെ അതിന് ശേഷം മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളും അതുപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലും ഇനി വരുന്ന വീഡിയോസിലും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും പോലെ തന്നെ ഞങ്ങളും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബിസിനസ് പഠിച്ചിട്ടൊന്നുമല്ല. നമുക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ നല്ല എക്സ്പേർട്ട് ആവും, എന്നാൽ പിന്നെ അത് വെച്ചിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ നിലവിലുള്ള ഒട്ടുമിക്ക എല്ലാ ബിസിനസ്സിൻ്റെയും തുടക്കം. അങ്ങനെ ആവും. ഇപ്പോൾ നന്നായിട്ട് ഫുഡിനെ പറ്റി അറിയുന്ന ഒരാൾ അല്ലെങ്കിൽ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആൾ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യും, പിന്നീട് പല കാര്യങ്ങളും പഠിച്ച് ആ ബിസിനസ്സിനെ സക്സസ് ആക്കും. അതേപോലെ തന്നെ എനിക്ക് നല്ല രീതിയിൽ വെൽഡ് ചെയ്യാൻ അറിയാം, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീൽ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം, അതിൻ്റെ കാര്യങ്ങളായിട്ട് പോകും. ഈ ഫർണിച്ചറിൽ നല്ല താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആളെന്ത് ചെയ്യും, ഫർണിച്ചർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. എക്സാക്ട്ലി ഇതേ സിറ്റുവേഷനിൽ നിന്നാണ് നമ്മൾ ഓസ്പവും സ്റ്റാർട്ട് ചെയ്യുന്നത്. 2017 ME എഞ്ചിനീയറിംഗ് കോളേജിൽ ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ് ഞാനും ഫാസിലും സുഹൈലും ഇസാനും കൂടിയിട്ട് ഓസ്പവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളാകെ നോക്കുന്നതേ ഉള്ളൂ, പ്രോഗ്രാമിങ്ങിൽ നമ്മൾ എക്സ്പേർട്ടാണ്, നമുക്ക് ഏത് വർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് മൊബൈൽ ആപ്പ് ബിൽഡ് ചെയ്യാൻ കഴിയും, ക്ലൗഡ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൽ നമ്മൾ കോൺഫിഡൻ്റ് ആണ്, എന്നാൽ പിന്നെ അത് വെച്ചിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നേരെ ഓസ്പവ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏത് പ്രൊജക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ, പിന്നെ അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു, അതായത് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിൻ്റെ കോർ ഫങ്ഷനാലിറ്റി അത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് ബിസിനസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഫസ്റ്റ് പ്രൊജക്റ്റ് വന്നു, അത് കഴിഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് വന്നു. അങ്ങനെ നമ്മൾ പിന്നെ എന്ത് ചെയ്തു വെച്ചാൽ ടീമിലേക്ക് നമ്മൾ ഫൗണ്ടേഴ്സ് അല്ലാതെ ഫസ്റ്റ് ഒരാളെ ഹയർ ചെയ്തു, അതുപോലെ ട്രെയിനീസ് ആയിട്ട് ആളുകളെ ഹയർ ചെയ്തു. അങ്ങനെ ടീം ബിൽഡായി വന്നു. അങ്ങനെ ഒരു 10 മുകളിൽ സ്റ്റാഫ് ടീം എന്നുള്ള ലെവലിലേക്ക് നമ്മൾ ടീം വന്നു. അപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഇല്ലാത്ത പല പ്രശ്നങ്ങളും ടീമിനെ വെച്ച് ഹാൻഡിൽ ചെയ്യുന്ന സമയത്തും വന്നു. ബിസിനസ് ബിൽഡായി വരുന്നതിനൊപ്പം തന്നെ പല പ്രശ്നങ്ങളും നമുക്ക് വന്നുകൊണ്ടേയിരുന്നു. ഒട്ടുമിക്ക എല്ലാ ബിസിനസ്സിലും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണിത്. ഇപ്പം ഇനീഷ്യലി നമ്മൾ ഫൗണ്ടിങ് ടീം തന്നെ ആവും, അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സ് തന്നെ ആവും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ടീം വരുന്ന സമയത്ത് പല ഡ്യൂട്ടീസും ടീമിനെ ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു എഫിഷ്യൻസിയിൽ ഒരിക്കലും ടീമിന് വർക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ പല ബിസിനസ്സിലും ഉണ്ടാവും. അപ്പം അങ്ങനെ പല പ്രോബ്ലംസും വന്നു തുടങ്ങും ബിസിനസ്സുകളിൽ. അപ്പോൾ നമുക്ക് ഇതേപോലെ പ്രശ്നങ്ങളുണ്ടായി, പല പ്രോബ്ലംസും വന്നു തുടങ്ങുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ആ ഒരു എഫിഷ്യൻസിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല. അങ്ങനെ പല ഇഷ്യൂസും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിനെ ഓവർകം ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളിലായി പിന്നെ നമ്മളെ ഫോക്കസ്. അപ്പോൾ അതുവരെ എന്താണ്, നമ്മൾ കൊടുക്കുന്ന സർവീസിൽ നമുക്ക് എന്തായാലും ആപ്പ് ബിൽഡ് ചെയ്യാൻ ഒരു പ്രശ്നമില്ല, നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ഓക്കെയാണ്. അപ്പോൾ ആ ഭാഗത്താണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ബാക്കി ഒരുപാട് മേഖലകളുണ്ട് എന്നുള്ളത് നമുക്ക് ആ സമയത്ത് നമ്മുടെ മൈൻഡിലല്ല. അപ്പോൾ ഇങ്ങനെ ഇഷ്യൂസ് വരുന്ന സമയത്ത് പിന്നെ നമ്മൾ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് പഠിച്ചു വരുന്നത്. അപ്പം അങ്ങനെ പല ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് പിന്നീടാണ് നമ്മൾ ഒരു ഇൻസൈറ്റ് നമുക്ക് കിട്ടുന്നത്. ബിസിനസ് ഈസ് എ കളക്ഷൻസ് ഓഫ് സിസ്റ്റംസ്. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ആപ്പോ സർവീസോ വെബ്സൈറ്റോ അല്ലെങ്കിൽ ഇവിടെ ഫർണിച്ചറോ അല്ലെങ്കിൽ സ്റ്റീൽ പ്രൊഡക്റ്റോ ഹോട്ടലോ ഫുഡോ ഒന്നുമല്ല. ബിസിനസ് ഓണറെ സംബന്ധിച്ച് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആ ബിസിനസ്സാണ്. ബിസിനസ് ഓണർ ഡെവലപ്പ് ചെയ്യേണ്ടത് ആ ബിസിനസ്സിനെയാണ്. ബിസിനസ്സിനകത്ത് ആപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ടാവാം, അപ്പുറത്ത് ഹോട്ടലിലാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടാവും, അപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഫർണിച്ചർ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ ഓരോ പ്രോസസ്സ് ഉണ്ടാവും. ഇപ്പോൾ പ്രൊഡക്ഷൻ എന്നുള്ള ഒരു മേഖലയിൽ മാത്രം നമ്മൾ ടാലൻറ്റഡ് ആണ് അല്ലെങ്കിൽ എക്സ്പേർട്ട് ആണ് എന്നുള്ളതുകൊണ്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ടീമിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നല്ല രീതിയിൽ പ്രോഗ്രാംസ് ബിൽഡ് ചെയ്യാൻ അറിയാം എന്നുള്ളതുകൊണ്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫർണിച്ചർ ഉണ്ടാക്കാൻ നല്ല രീതിയിൽ അറിയാം, അല്ലെങ്കിൽ നല്ല ഡിസൈൻസ് നമുക്ക് കൊണ്ടുവരാൻ അറിയാം എന്നുള്ളതുകൊണ്ടാണ് ഒരു ഫർണിച്ചർ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫുഡ് നല്ല രീതിയിൽ ഇപ്പോൾ മന്തി വെക്കാൻ നല്ല രീതിയിൽ അറിയാം, എൻ്റെ കയ്യിലൊരു റെസിപ്പി ഉണ്ട്, അപ്പോൾ ഞാനൊരു ഹോട്ടൽ ചെയിൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്താ അറിയാം, പ്രൊഡക്റ്റിലോ അല്ലെങ്കിൽ ഇവിടെ സർവീസിലോ നമ്മൾ എക്സ്പേർട്ടാണ് എന്നുള്ളതുകൊണ്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പിന്നീട് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ബിസിനസ്സിൻ്റെ ഒരുപാട് കോർ ഏരിയാസിൽ ഒന്ന് മാത്രമാണ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ അറിയാം, അത് അതിൻ്റെ വൺ ഓഫ് ദ കോർ ഏരിയ മാത്രമാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് സിസ്റ്റംസ് കൂടിയിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് സിസ്റ്റമാണ് ബിസിനസ്. അപ്പോൾ മാത്രമേ അത് ബിസിനസ് ആവുന്നുള്ളൂ. അല്ലാതെ ഒരൊറ്റ ഏരിയ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്നുള്ളത് മാത്രം കൂടിയിട്ടല്ല, അത് മാത്രമല്ല ബിസിനസ് എന്നുള്ളത് ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കുകയാണ്.
അപ്പോൾ പിന്നെ ഇതിൽ ബാക്കി ഒരുപാട് സിസ്റ്റംസ് വരുന്നുണ്ട്. മാർക്കറ്റിംഗ് വരുന്നുണ്ട്, കോർ ഏരിയ ആയിട്ട് മാർക്കറ്റിംഗ് വരുന്നുണ്ട്, സെയിൽസ് വരുന്നുണ്ട്, ഫിനാൻസ് വരുന്നുണ്ട്, അക്കൗണ്ട്സ് വരുന്നുണ്ട്. അങ്ങനെ ഓരോ ബിസിനസ്സിൻ്റെ ഇതിനനുസരിച്ച് ഇഷ്ടംപോലെ സിസ്റ്റംസ്, പല ഡിപ്പാർട്ട്മെൻറ്റ്സ് വരും. അപ്പോൾ ഇതിനെല്ലാം കൂടി യോജിപ്പിക്കാനുള്ള അല്ലെങ്കിൽ യോജിപ്പിക്കുന്ന പണിയാണ്, അല്ലെങ്കിൽ ഇത് ബിൽഡ് ചെയ്യേണ്ട പണിയാണ് ആസ് എ ഫൗണ്ടർ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടേ ഇരിക്കും വേണം. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി, ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് സിസ്റ്റംസ് വേണം. ആ ഓരോ സിസ്റ്റത്തിനകത്തും സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്, പ്രോസസ്സുകളുണ്ട്. അപ്പോൾ ഇത് ബിൽഡ് ചെയ്യണം, ഇത് നമ്മൾ ടീമിന് അസൈൻ ചെയ്ത് കൊടുക്കണം, അത് മോണിറ്റർ ചെയ്യാനുള്ള സിസ്റ്റം ടീമിന് വേണം. അപ്പോൾ ഇതെല്ലാം പെർഫെക്റ്റ് ആവുന്ന കണ്ടീഷനിൽ മാത്രമാണ് ആ ഒരു ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് ഇറങ്ങി പണിയെടുക്കുന്ന സമയത്ത് എന്താണോ നടക്കുന്നത് അത് അവരില്ലാതെ അവരെ ടീമിനും ഉറപ്പ് വരുത്താൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് ബിസിനസ്സിനെ മാറുമ്പോഴാണ് ആ ബിസിനസ് സ്കേലബിൾ ആയിട്ട് അല്ലെങ്കിൽ സക്സസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പം ഞാനും എൻ്റെ ബാക്കി 3 പാർട്ട്നേഴ്സും ഉള്ള അല്ലെങ്കിൽ അവർ ചെയ്യുന്ന അതേ സംഭവം ചെയ്തിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് 4 പേർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം അതൊരു 20ഉം 30ഉം അല്ലെങ്കിൽ 40ഉം 50ഉം മെമ്പേഴ്സുള്ളൊരു ടീമായിട്ട് വളരുന്ന സമയത്ത് ഈ ഓരോ ആളുകളെ കയ്യിൽ നിന്നും നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണോ കൊടുക്കുന്നത് അതേ സർവീസ് കൊടുക്കാൻ പറ്റിയാൽ അല്ലെങ്കിൽ അതേ പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റിയാൽ മാത്രമേ ബിസിനസ് ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗ്രോ ചെയ്ത് പോവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ചെയ്തത് മാർക്കറ്റിങ്ങിൻ്റെ സൈഡിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം. അതായത് ഞാനൊരു ക്ലയൻറ്റിനോട് ഇരുന്ന് സംസാരിക്കുന്ന രീതിയിൽ ഒരു സ്റ്റാഫ് ഇരുന്ന് സംസാരിച്ചാൽ മാത്രമേ അവിടെ സെയിൽ ക്ലോസ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ സെയിൽസ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി നമ്മൾ സ്റ്റാഫിന് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ അവിടെ ഒരു സിസ്റ്റം ബിൽഡായി. അതേപോലെ സെയിൽസിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ ഓൺ ബോർഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അപ്പോൾ ഞാൻ അത് എങ്ങനെയൊക്കെയാണ് ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പ്രോസസ്സ് ഉണ്ടാക്കി അത് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ടീമിനെ എടുത്ത് ട്രെയിൻ ചെയ്ത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ് ചെയ്യുന്നത്. അവർക്ക് ട്രെയിൻ ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്ത് അവരതിൽ പിന്നെ ട്രെയിനിങ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതേപോലെ നമ്മൾ ഓപ്പറേഷൻ്റെ ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ച് ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു സിസ്റ്റംസ് ബിൽഡ് ചെയ്യുക, അതിനകത്തുള്ള ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സ് മാനേജ് ചെയ്യുക, പ്രൊസീജിയേഴ്സ് ബിൽഡ് ചെയ്യുക, അതിന് നമ്മൾ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുത്തുകൊണ്ടേയിരിക്കുക. സ്റ്റാഫ് നമ്മൾ ട്രെയിൻ ചെയ്ത രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യാം. അപ്പോൾ മോണിറ്റർ ചെയ്യാനുള്ള സിസ്റ്റംസ്, അത് റിപ്പോർട്ട് ചെയ്യാനുള്ള സിസ്റ്റംസ്, ഇങ്ങനെ ആണ് നമ്മളൊരു ബിസിനസ് ബിൽഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മളെ കേസിൽ ഈ ഒരു രീതിയിൽ നമ്മളിപ്പോൾ ആദ്യം എന്താണ് വെച്ചാൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മളെ കൂടെ കുറേ ടീമുണ്ട്, ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്, നമുക്കൊരു മിനിറ്റ് ഒഴിവില്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് കൂടുന്നേ ഉള്ളൂ, കുറയുന്നില്ല. എന്നാൽ ടീമിൻ്റെ ഭാഗത്ത് നമ്മളൊരു 10 ആളെ ഹയർ ചെയ്ത് വെച്ചു, പക്ഷേ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു പകുതി പോലും ടീമിന് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയത് ഈ രീതിയിൽ സിസ്റ്റം ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് മാത്രമാണ്. ഇപ്പോഴും നമ്മളെ ബിസിനസ് ഇപ്പോൾ നിലവിലൊരു 28 പേര് നമുക്ക് മൊത്തം ടീമിലുണ്ട്. ഇപ്പോഴും എന്തല്ല ഫുള്ളി ഒരു സിസ്റ്റം ഡ്രിവൺ ബിസിനസ്സായി മാറിയിട്ടൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നതും, നമ്മൾ നോക്കാത്ത കാര്യങ്ങൾ നടക്കണില്ല എന്നുള്ള സിറ്റുവേഷൻ തന്നെയാണുള്ളത്. പക്ഷേ ഒരു 60% കാര്യങ്ങൾ സിസ്റ്റം ഡ്രിവൺ ആക്കി മാറിയത് കൊണ്ട് തന്നെ നമുക്ക് ബിസിനസ്സിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്.